എടാ പ്രഭാകര, നീ അറിഞ്ഞോ? നിന്റെ പഴയ ആന്റണി ഇല്ലേ, അവൻ ഇന്നലെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സർ, എനിക്ക് ഡിക്റ്റേറ്റീവ് വിൻസെന്റ് ഗോൺസാൽവസ് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എന്തായാലും എനിക്ക് തൂക്കുകാർ ഉറപ്പായ സ്ഥിതിക്ക് അദ്ദേഹത്തോട് ചില സത്യങ്ങൾ തുറന്നു പറയണം. ജയിൽ സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്ക് പ്രഭാകരനെ കുറിച്ച് നബിദാസ് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രഭാകരൻ ജയിലിൽ പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. ഇതുവരെ അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. പ്രഭാകരൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പൊതുവെ എങ്ങനെയാണ് സാർ? ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് പ്രഭാകരൻ. ഇവർ 2 സഹോദരങ്ങളാണ്. എൻ്റെ കുഞ്ഞിനെ റാഗിങ് ചെയ്ത് കൊന്നവന്മാർ മൊത്തം 6 പേരുണ്ടായിരുന്നു സർ. അതിൽ 5 പേരെയും ഞാൻ കൊന്നു. 6ാമൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് പോലീസ് എന്നെ പിടികൂടുന്നത്. ജസ്റ്റ് മിസ്. എനിക്ക് മരണം വരെ തൂക്കാണ് വിധിച്ചിരിക്കുന്നത്. ആ അവശേഷിക്കുന്ന ഒരുത്തനെയും കൂടി എനിക്ക് വധിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ മരണം ഞാൻ പൂർണ്ണ നിർവൃതിയിൽ ആസ്വദിച്ചേനെ. അവന്മാരെ കൊന്നെന്തിനായിരുന്നു? അവരെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ? നിയമം അവരെ ശിക്ഷിക്കാൻ തക്ക ശക്തമാണ്. നാളിതുവരെയും എൻ്റെ അനുഭവം തെളിയിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. സാറിന് അങ്ങനെയായിരിക്കാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. തെളിവുകളുടെ അഭാവം, രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ, ഉന്നത ബന്ധങ്ങൾ എന്നിങ്ങനെ പലതുമുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇടയിൽ. ചുരുക്കി പറഞ്ഞാൽ അവരെല്ലാവരെയും കോടതി വെറുതെ വിട്ടു. അപ്പോൾ നിയമം നിങ്ങളങ്ങ് കയ്യിലെടുത്തു അല്ലേ? നിവൃത്തി ഉണ്ടായിരുന്നില്ല സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ടീമിൻ്റെ കണ്ടെത്തൽ, അങ്ങനെയെല്ലാം എൻ്റെ മോനെ കൊന്ന് കെട്ടിത്തൂക്കി എന്ന് വരുത്തി തീർക്കുന്നതായിരുന്നു. പിന്നീട് വന്നവർക്ക് അതൊരു ആത്മഹത്യയാക്കി തീർക്കുവാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു അറിയാമോ സാറിന്? എൻ്റെ മകനെ കെട്ടിത്തൂക്കിയതിൽ പ്രധാനി എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വിലസി നടക്കുകയായിരുന്നു. അതോർത്താണ് എനിക്കിപ്പോൾ സങ്കടം. ശരിക്കും വിഷ്ണുമോനെ സംഭവിച്ചത് എന്തായിരുന്നു? ഞാൻ പറയാം സാർ. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? എന്നെ എന്തിനെങ്ങനെ അതിക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളൊക്കെ നിന്റെ സീനിയേഴ്സാണ്, നിനക്കറിയില്ല നന്നായിട്ട്. അവൻ്റെ ഒരു കരച്ചിൽ നീ പല ഘട്ടമാണ് ഞങ്ങളെ ഓവർടേക്ക് കളഞ്ഞല്ലേ? നീ അങ്ങ് സകലകല വെല്ലാമൻ ചമഞ്ഞ് നീ സകലമാന പെൺകുട്ടികളെ വളച്ചെടുത്തല്ലടാ, അതും ജൂനിയർ സീനിയർ വകഭേദം ഇല്ലാണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ആരായി? ഞങ്ങളൊന്നും ആർക്കും വേണ്ടല്ലടാ തെണ്ടി. എല്ലാവർക്കും വിഷ്ണു മതി, വിഷ്ണു ചേട്ടൻ മതി, വിഷ്ണു മോൻ മതി, വിഷ്ണു കുട്ടൻ മതി. പക്ഷെ ഞങ്ങൾക്ക് കള കോഴിക്കുട്ട. എനിക്ക് നിന്റെ ചോര വേണം. ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന നീ ഞങ്ങളുടെ ചെകുത്താനാണ്. അന്നവിടെ മൃഗീയ വിനോദങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല സാർ. പിന്നീട് അവർ അവനെ തല്ലി ഒരു പരുവത്തിലാക്കി.
നോക്കടാ കോഴിക്കുട്ടന്റെ ചന്തം. എല്ലാവരുടെയും ഹീറോ ഇരിക്കുന്ന കണ്ടില്ലേ? ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഒന്നെങ്കിലും എൻ്റെ നാട്ടിൽ ഉത്സവത്തിന് വന്നപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ? എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എൻ്റെ അച്ഛനമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ലേ? എന്നെ വിട്ടൂടെ? ഓ നീ ഇപ്പൊ തിന്നതിനെ കുറിച്ചുള്ള കണക്ക് പറയാനുള്ള പന്നി. ഇവൻ എങ്ങനെ വിട്ടാ പോരാ? നമ്മുടെ ഇടിമുറിയിൽ പൂട്ടിയിടണം. ഓർക്കുള്ളി വെള്ളം പോലും കൊടുക്കരുത്. അവർ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അവനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം അവനെ പൂട്ടിയിട്ടു. ആ ഭ്രാന്തന്മാർ അവരുടെ കലി അടങ്ങുന്നത് വരെ അവനെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഇത്തരം സംഭവങ്ങൾ അവൻ വീട്ടിൽ വന്ന് പറയാറുണ്ടായിരുന്നോ? തൊട്ടും തൊടാതെയും അവൻ പറയുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ അവർ അവൻ്റെ തല വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പിന്നീട് അറിയാൻ കഴിഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചു? വെള്ളം വെള്ളം ഞങ്ങക്ക് നിന്റെ വീട്ടിൽ നിന്ന് പിച്ചനെ കണക്ക് പറഞ്ഞാ നീ പട്ടിണി ഇടുന്നാ മതി. അവന്റെ ഫോട്ടോ എടുത്തു കൊടുക്കല് ഡാൻസ് പ്രാക്ടീസ്. പെണ്ണുങ്ങൾ വിചാരിച്ചത് നിനക്ക് പാർട്ടിയോടുള്ള പുച്ഛ. മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. കള്ള പെണ്ണുങ്ങളോട് നടന്നിട്ട് കോഴിക്കോട്ടിൽ പോയിട്ട് നീ കൊല്ലടാ, ചവിട്ടി കൊല്ലണേ. നിർത്ത് ചെക്കൻ പോയെന്നാ തോന്നുന്നു. തീർന്നല്ലോ കർത്താവേ, പണിയാവുമല്ലോ. ഇനി എന്താ ചെയ്യാ? താടാ പോയാടാ, പോയാ കെട്ടി തൂക്കടാ. നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഇവിടെ കെട്ടിത്തൂക്കാം. അതിനുശേഷം ഞാൻ ഈ ഡോർ ഇവിടുന്ന് ലോക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കൂടെ അത് ചവിട്ടി പൊളിച്ച് അകത്തോട്ട് കയറിയതിന് മാത്രമേ നമുക്ക് ഇത് ആത്മഹത്യ കണക്കാക്കാം. കെട്ടി തൂക്കാം. നാട്ടുകാർ കൂടുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഉന്നതങ്ങളിൽ പിടിമുറുക്കി വിഷ്ണുമോൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്തു സാർ. പിന്നെ ആ ആന്റണി എന്ന ചെകുത്താൽ മാത്രമായിരുന്നു പുറത്ത് കറങ്ങി ഗുണ്ടയായി വിഹരിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയാതെ വന്ന ആ കർമ്മം മറ്റാരോ ചെയ്തു. ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പിന്നെ
അവൻ ആ ആന്റണി കൊല്ലപ്പെട്ടെന്ന വാർത്ത ഈയിടെയാണ് സാർ ഞാൻ അറിയുന്നത്. റാഗിംഗ് എന്ന ഈ ക്രൂര വിനോദം വളരെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുതരം സാഡിസ്റ്റിക് മെൻറ്റാലിറ്റിയുള്ള ഇത്തരം കൂട്ടർ ഒരിരയെ വേദനിപ്പിച്ച് പതിയെ കൊല്ലുന്ന ഒരു വന്യമൃഗത്തിൻ്റെ മനോനില ഉള്ള ആളുകളായിരിക്കും. മൃഗം പിന്നെയും ഭേദമാണ്, അതിൻ്റെ ഭക്ഷണവും ആവാമല്ലോ ഇര. ഇൻ ക്ലിനിക്കൽ സൈക്യാട്രി എ കൈൻഡ് ഓഫ് മാനിയാക്സ് അല്ലെങ്കിൽ സാഡിസ്റ്റിക് സ്വഭാവങ്ങളുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ ലൈക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സെട്ര. ഇത്തരക്കാർ അറിയാതെയല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടുക, മനഃപൂർവ്വമായിരിക്കും. ഒരു മൃഗയാ വിനോദം പോലെ അതവർക്ക് അത്യാനന്ദം നൽകും. റാഗിംഗ് എന്ന വിഷയത്തിൽ എന്താണ് സാർ ഏത് സർക്കാരുകൾ വന്നാലും കാര്യക്ഷമമായി ഇടപെടാത്തത്? അതിനുവേണ്ടി സർക്കാരുകൾ മാത്രമല്ല സമൂഹവും മാറി ചിന്തിക്കണം. എല്ലാറ്റിനും ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവട്ടെ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് പ്രഭാകരൻ. ഇവർ 2 സഹോദരങ്ങളാണ്, അതും ഇരട്ട സഹോദരന്മാർ, പ്രഭാകരനും സുധാകരനും. ദേ ആർ ഐഡൻറ്റിക്കൽ ട്വിൻസ് വിത്ത് മോർ ലവ് ആൻഡ് ബോണ്ടിങ്. സുധാകര, ഒരു കൊലയല്ല മറ്റൊരു കൊലയ്ക്ക് പരിഹാരം.